ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡി ഫാർമർ. നമ്മുടെ ഫാമുകളെല്ലാം ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നല്ല പശുക്കളെ കിട്ടത്തില്ല എന്നുള്ളത്. അതായത് നമുക്കിപ്പം ഇപ്പൊ കേരളത്തിലാണെങ്കിൽ നമുക്കറിയാം എന്ത് ബുദ്ധിമുട്ടാണെന്നുള്ളത് നല്ല പശുക്കളെ കിട്ടാൻ വേണ്ടി. ഇപ്പൊ ഒരു നല്ല പശു ആരുടെയെങ്കിലും കയ്യിൽ ഉണ്ടെങ്കിൽ അവർ വിൽക്കുമോ? ഇല്ല. അപ്പൊ നമ്മൾ മാർക്കറ്റുകളിൽ പോകണം ഈ പശുക്കളെ എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കച്ചവടക്കാരുടെ അടുത്ത് പോകണം. ആ ഒരു സ്ഥിതിയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പശുക്കളെ എപ്പോഴാണ് ഒരാൾ പശുക്കളെ വിൽക്കുന്നത്, അതെന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ, ഇല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് വിൽക്കുന്നത്, അവനെന്തെങ്കിലും പൈസയുടെ ആവശ്യമുള്ള സ്ഥിതിക്ക്, ഇങ്ങനെയുള്ള അവസ്ഥ വന്നാലാണ് അവർ നല്ല പശുക്കളെ വിൽക്കുകയുള്ളൂ. അപ്പം ഇല്ലെന്നുണ്ടെങ്കിലോ, നമ്മൾ ഈ കച്ചവടക്കാരുടെ അടുത്ത് പശുവിനെ എടുക്കാൻ വേണ്ടി പോകണം. അവർ തമിഴ്നാടുകളിൽ നിന്നൊക്കെ വില കുറച്ച് പശുക്കളെ എടുത്തുകൊണ്ട് വന്ന് അത് നല്ല ഒരു 10,000-10,000 രൂപ ലാഭത്തിൽ വെച്ച് നമുക്ക് വിൽക്കും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു ഓവർകം ചെയ്യാൻ പറ്റും? അപ്പൊ അതിന് ആ ഒരു വഴിയേ ഉള്ളൂ. നമ്മൾ നമ്മുടെ ഫാമുകളിൽ ഉണ്ടാകുന്ന നല്ല പശുക്കിടാക്കളെ നമുക്ക് ഇവിടെ തന്നെ വളർത്തി കൊണ്ടുവരിക. അതാണ് നമുക്കുള്ള ഏക പോംവഴി. അപ്പൊ അതിന് നമ്മൾ ഈ സാധാ സെമൻ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ മൃഗാശുപത്രി മുഖേനയാണ് നമ്മൾ അവരോട് ആവശ്യപ്പെടണം, നമുക്ക് കോഡ് സെവൻ വേണം അല്ലെങ്കിൽ പ്രീമിയം സെവൻ വേണം എന്നുള്ളത് അവരോട് ആവശ്യപ്പെടണം. ഇതാ നമുക്ക് എന്നിട്ട് ലഭ്യമല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വെളിയിൽ പ്രൈവറ്റ് ഏജൻസികളുണ്ട്, അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമുക്ക് ആവശ്യമുള്ള സെമൺ, പ്രീമിയം സെമൺ അവരെടുത്ത് വെക്കും. അതിനൊരു എക്സ്ട്രാ പൈസ ആവുമായിരിക്കും, പക്ഷെ അതൊരു നഷ്ടമല്ല. നമ്മൾ ഒരു 100-400 രൂപ മുടക്കിയാലും അല്ലെങ്കിൽ ഒരു 500 രൂപ മുടക്കിയാലും നമുക്ക് പ്രീമിയം സെമൺ കിട്ടുമെന്നുണ്ടെങ്കിൽ മാക്സിമം പ്രീമിയം സെമൺ തന്നെ ഇഞ്ചക്ഷൻ ചെയ്യണം പശുക്കൾക്ക്. പക്ഷെ നമ്മൾ പ്രീമിയം സെമൺ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ആ ഇഞ്ചക്ഷൻ ചെയ്യുന്ന പശുവിന്റെ ആരോഗ്യവും അതിന്റെ ഈൽഡും കൂടെ നോക്കിയിട്ട് വേണം. ഇപ്പൊ നമുക്കൊരു 7 ലിറ്റർ 8 ലിറ്റർ പാല് കിട്ടുന്ന ഒരു പശു നിൽക്കണമെന്നുണ്ടെങ്കിൽ, ഒരു ചെറിയ പശു നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൽ പ്രീമിയം സെവൻ ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാകും. കാരണം വെച്ചാൽ പ്രസവത്തിന്റെ സമയത്ത്, കാരണം ഈ കുഞ്ഞുങ്ങൾ വലുതായിരിക്കും, അപ്പോൾ പ്രസവിക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് കുഞ്ഞു വലുതാണെന്നുണ്ടെങ്കിൽ തള്ളപ്പശുവിന് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പൊ മാക്സിമം നമ്മൾ പശുക്കളുടെ സ്ട്രെങ്തും അതുങ്ങളുടെ ഈൽഡും കൂടെ നോക്കിയിട്ട് വേണം. ഒരു 10-15 ലിറ്റർ പാല് ഒരു നേരം കിട്ടുന്ന പശു എന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പ്രീമിയം സെവൻ ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്തുണ്ടാകുന്ന ഡാക്കള നമ്മൾ നല്ലോണം പാല് കൊടുത്ത് വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ നല്ല പശുക്കളെ നമ്മുടെ ഫാമുകളിൽ നമുക്ക് തന്നെ ഉത്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ മാക്സിമം കർഷകർ ആ കാര്യത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വിധം നഷ്ടം നമുക്ക് പരിഹരിച്ച് ഫാമുകൾ ലാഭത്തിലാക്കാൻ പറ്റും.